പൂർണ്ണമായിട്ടും മലപ്പുറം ജില്ലയെ പൂർണ്ണമായിട്ടും ഈ ബജറ്റിലൂടെ അവഗണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഞങ്ങളെ UDFൻ്റെ MLA-മാരൊക്കെ ബജറ്റിനെ കാത്തിരുന്നത്. പക്ഷേ പല നിരാശയാണ്. ഒരു വൻകിട പദ്ധതികളുമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ്, അവിടെ ജനറൽ ആശുപത്രി കൺവെർട്ട് ചെയ്തിട്ടാണ് മെഡിക്കൽ കോളേജ് ആക്കിയത്. ഒരു സാധാരണ ആശുപത്രിയിൽ കിട്ടുന്ന സൗകര്യം ഇപ്പോൾ അവിടെ ലഭിക്കണുള്ളൂ. മറ്റ് മെഡിക്കൽ കോളേജിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ അവിടെ ഇതുവരെ ലഭിച്ചിട്ടില്ല. 6-7 കൊല്ലം കഴിഞ്ഞു. ജനറൽ ആശുപത്രി ഇപ്പോൾ അവിടെ തീരെ ഇല്ല. മലപ്പുറം ജില്ലയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് അവിടെ അവശേഷിച്ച് നിൽക്കുകയാണ്. ഇപ്പം നിരന്തരമായിട്ട് അതിനുവേണ്ടി മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ മൊത്തത്തിൽ ശബ്ദമുയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബജറ്റിലെങ്കിലും ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്താണ്. അങ്ങനെ മൊത്തം ജില്ലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൻകിട പദ്ധതികൾക്കൊന്നും തന്നെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. കേന്ദ്രം കേരളത്തെ അവഗണിച്ചതുപോലെ കേരളം മലപ്പുറം ജില്ലയെ പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് വിമാനത്താവളം, ഈ കണ്ണൂർ വിമാനത്താവളത്തിന് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിന് ഒരു പൈസ പോലും നീക്കി വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് സർവകലാശാലയുടെ സ്റ്റേഡിയം, നിരവധി ദേശീയ മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയമാണ് കോഴിക്കോട് സർവകലാശാല CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ സ്റ്റേഡിയം. അതൊരു അന്തർദേശീയ തലത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ് സമർപ്പിച്ചത്. ഏകദേശം 20 കോടി രൂപയുടെ പദ്ധതി. അതിനൊരു പൈസ പോലും സാധാരണ ടോക്കൺ പ്രൊവിഷൻ മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് പൈസ തരുന്നില്ല. അപ്പോൾ ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 100 കോടിയോളം രൂപ സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സ്ഥലം പോയതിൻ്റെ വകയായിട്ട്. അതിനെന്ന് അനുവദിച്ചാലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ 8 കൊല്ലമായിട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജൂനിയർ കോളേജ്, ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ഹൈസ്കൂളുകളൊക്കെ ഉള്ള നിയോജക മണ്ഡലമാണ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം. സർക്കാർ മേഖലയിൽ അവിടെ കോളേജില്ല. ഞാൻ നിയമസഭാ സാമാജികനായതിനു ശേഷം 8 കൊല്ലം ഞാൻ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് കോളേജ്. അതും അവിടെ തന്നെയാണ് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കടക്കാട്ടുപാറ, ആലിൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിയോജക മണ്ഡലത്തിൽ മൊത്തം കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കൃഷിക്കും ഉപയുക്തമായ വൻകിട പദ്ധതിയാണ്. അത് ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ്. അതും കാണാനില്ല. അങ്ങനെ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലൂടെ കാണാൻ സാധിച്ചത്.